ഈ പ്രാവശ്യം പെരുന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കും. കഴിഞ്ഞ വർഷം ഇതേ സമയം തുറന്ന വയറുമായിട്ട് വീടിൻ്റെ അവസ്ഥ അതുപോലെ വീടാണെന്നും പറയത്തില്ലായിരുന്നു. ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇന്നലെ പറയുന്നതായിട്ട് ഞാൻ കുവൈറ്റിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും വൃത്തിയായി സൂക്ഷിക്കാൻ അവാർഡ് കിട്ടിയ ആളാണെന്ന് പറഞ്ഞത്. വളരെ ഹാപ്പിയാണ്. അന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞാൻ അന്ന് അതുപോലെ അനുഭവിച്ച ആളാണ്. ആ സർജറിയുടെ ഫലം ഞാനിവിടെ കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട സ്പീക്കർ എന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ ടേബിളിൽ വയ്ക്കാം. ആ സഹോദരിയുടെ വയറ് ചക്ക വെട്ടിപ്പൊളിച്ചതുപോലെ ഒരലമാര തുറന്നതുപോലെ വെട്ടി വെച്ചിരിക്കുകയാണ്. സ്റ്റിൽ നൗ ഇപ്പോഴും സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അത് എന്ത് സയൻസ്, ഞാൻ ഡോക്ടറല്ല, ഞാൻ സയൻസ് പഠിച്ചിട്ടില്ല, എനിക്കറിയത്തില്ല, അത്രയും വലിയ കാര്യമൊന്നും അറിയുന്ന ആളല്ല. പക്ഷേ ഡോക്ടർമാരുടെ സംഘടനയ്ക്കും ഡോക്ടർക്കും നാളെ ഒരു ന്യായം പറയാൻ കാണും. ആരും കാണാൻ പറ്റാത്തൊരവസ്ഥ കിടക്കുമായിരുന്നു ഈ വീട്. എൻ്റെ പേര് ഷീബ, എല്ലാവർക്കും എന്നെ അറിയാമായിരിക്കും. ഞാൻ വയറ് പിന്നെ പഴുപ്പ് വന്നിട്ട് വയറ് 7 പ്രാവശ്യം, ഇവിടുന്ന് മൊത്തം 10 പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്ത് 7 പ്രാവശ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി വയറ് കീറി. ലാസ്റ്റ് ഘട്ടം വയറ് കീറി. എപ്പം വയറ് കീറിയാലും നമ്മളെ ഞാൻ ബസ്സിലായിരുന്നു വന്നത്. പിറ്റേ ദിവസം നമ്മളെ പറഞ്ഞു വിടും. പഞ്ഞി വെച്ച് ഇത് ഒട്ടിച്ച് പ്ലാസ്റ്റർ ഒട്ടിച്ചുകൊണ്ടായിരുന്നു ഞാൻ വരുന്നത്. യാത്രക്കാർക്കാർക്കും അറിയുന്നില്ല. ഞാൻ ആരെയും അറിയിക്കാത്ത രീതിയിൽ ഈ കട്ടർ വരുമ്പോൾ നമ്മൾ ചാടി എണ്ണിക്കും, പിന്നെയും കട്ടർ വരുമ്പം ചാടി എണ്ണിക്കും. അങ്ങനെ നിന്ന് വരുന്നും ബസ് ഓരോ പ്രാവശ്യം ചെല്ലും തോറും നമ്മൾ ആ ബസ്സിലാണ്. അവരോട് പറഞ്ഞത് എന്നെ ഡിസ്ചാർജ് ആക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അതിശമായ അവസ്ഥയിൽ ഒരുപാട് തവണ ഞാൻ പോയിട്ടും മോശമായ അവസ്ഥയിൽ വന്നപ്പോഴാണ് നമ്മുടെ ഗതികെട്ടാണ് ഞാൻ ഗണേഷ് കുമാർ സാറിൻ്റെ അടുത്ത് പോയപ്പോൾ സാർ ഇടപെട്ട് തുറന്ന വയറുമായി പോയി. ആ വീഡിയോ കണ്ടപ്പോഴേ സാറ് പിന്നെ നിയമസഭയിൽ അപ്പം തന്നെ നിയമസഭയെ അവതരിപ്പിച്ചാണ് ലോകരെല്ലാം എന്നെ അറിയാൻ പറ്റിയത്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഞാനിവിടെ വന്നപ്പം ഉടനെ തന്നെ ഗണേഷ് സാറ് വന്ന് വൈഫും ചേച്ചിയും കൂടെ വന്ന് നമ്മളെ കണ്ടിട്ട് ആ അവസ്ഥ കണ്ടിട്ടാണ് ഈ വീട്ടിൽ കിടക്കുന്നല്ലോ ഇൻഫെക്ഷൻ ആവുമല്ലോ വീണ്ടും എന്ന് വിചാരിച്ചിട്ടാണ് സാറ് എത്രയും പെട്ടെന്ന് വീട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ വീടിൻ്റെ കാര്യം നമുക്ക് ഏർപ്പാടാക്കി. വീട് ഗണേഷ് കുമാർ സാറും വൈഫ് ബിന്ദു ചേച്ചിയും പിന്നെ നമ്മുടെ ദസ്തഗീർ സാഹിബ് സാറും കൂടെ ചേർന്ന് നമുക്ക് ഇതാക്കി തന്ന് നല്ല പുതിയൊരു വീടാക്കി തന്ന് നല്ലൊരു സ്വപ്ന വീടാണ്. ഇപ്പം എൻ്റെ മനസ്സിൻ്റെ അകത്ത് കരുതിയിരുന്ന് ഞാൻ എന്നാടാ വീടെന്ന് ശരിയാക്കി എന്ന് എനിക്ക് തേച്ച് വൃത്തിയായി കിട്ടുന്നതെന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് കിടന്ന് ഇപ്പോൾ ആ സ്വപ്നം നമ്മുടെ പൂർത്തീകരിച്ചു. നമുക്ക് സന്തോഷമായിട്ട് വെള്ളമില്ലാതെ പൊടിയില്ലാതെ നമുക്ക് സന്തോഷമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് കിടന്ന് അപ്പം ഗണേഷ് സാറ് വന്ന് കണ്ട്, ചേച്ചിയും കൂടെ വന്ന് കണ്ട് നമ്മളെ വന്ന് വീട് കണ്ടപ്പോഴേ സാറിന് ഇതിവിടെ കിടന്നാൽ ഇൻഫെക്ഷൻ ആകുമെന്ന് പറഞ്ഞിട്ട് സാറിന് വീട് കണ്ടിട്ട് സഹിച്ചില്ല. അപ്പം തന്നെ പെട്ടെന്ന് തന്നെ ദസ്തഗീർ സാറിനോട് പോയി പറഞ്ഞ് വെച്ച് നമുക്ക് വന്ന് വീട് ഇത്രയും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് എത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ. അത്ര നല്ല രീതിയിലാണ് നമുക്ക് വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ഇപ്പം വളരെ ഹാപ്പിയാണ്. അന്നത്തെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞാൻ അന്ന് അതുപോലെ അനുഭവിച്ച ആളാണ്. ഡോക്ടർമാർ നമ്മളെ തള്ളിയതല്ലേ, മെഡിക്കൽ കോളേജിൽ തള്ളിയപ്പോൾ എന്തോ ചെയ്യണം ഏത് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഇരുന്നപ്പം ഇപ്പോഴും ഓർക്കുമ്പോൾ കരച്ചിൽ വരും എനിക്ക്. ഇപ്പോൾ ഓർക്കാൻ വയ്യ ആ അവസ്ഥയായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്കിപ്പം പേടി വരുക. ഈ അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞു പോയെന്ന്. എങ്കിലും എനിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അമ്മായ ഓർത്തുള്ള വിഷമം, അമ്മായ നോക്കാൻ ആരാണെന്നുള്ളത് ഒരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ബിന്ദു ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ചിലവിനുള്ള പൈസ ഇവിടെ എത്തിക്കുമായിരുന്നു. അത്ര ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ചേച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേച്ചിയുടെ ആൾക്കാരുടെ PA ഒക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൈസ കൊടുത്തു വിടുമായിരുന്നു ചിലവിന്. അപ്പോൾ അതെനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ആ ഒരു അവസ്ഥയിൽ നമുക്കിങ്ങനെ ഒരു പൈസ കിട്ടുമ്പം അത്ര നമുക്കൊരു ഇതായിരുന്നു, അത്രയ്ക്ക് ഹാപ്പിയായിരുന്നു. അന്നേരം നമ്മുടെ ആ ബുദ്ധിമുട്ട് സമയത്ത് ആ ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പൈസ ഇങ്ങനെ കൊടുത്തു വിടുന്നത്. വീടിനനുസരിച്ചുള്ള ഹാളിനനുസരിച്ചുള്ള ചെറിയ നല്ല ഒരു ഒതുങ്ങിയ രീതിയിലുള്ള ഡൈനിങ് ടേബിൾ, കസേര, പിന്നെ സോഫ സെറ്റ്, പിന്നെ കട്ടിൽ, പിന്നെ അപ്പുറത്ത് അതുപോലെ തന്നെ ഈ ഫ്രിഡ്ജൊക്കെ നമുക്ക് കേടായിരുന്നു, എല്ലാം ഒഴിവാക്കിയതായിരുന്നു. മൊത്തം ഫുൾ സാധനം ഒഴിവാക്കാൻ പറഞ്ഞ് ഫുൾ സാധനം പുതിയ വീട്ടിലേക്ക് പുതിയ വീട് മാതിരി പാല് കാച്ച് നടത്തി ഈ വീടിൻ്റെ പെയിൻറ്റ് വരെ അറേഞ്ച്മെൻറ്റ് ചെയ്ത് എല്ലാം ചേച്ചിക്കാണ് അതിൻ്റെ ആ ഒരു ചേച്ചിയാണ് ഇതിൻ്റെ മുന്നിട്ട് നിന്ന് ഇതെല്ലാം പറഞ്ഞ് ചെയ്യിപ്പിച്ച് സെറ്റപ്പാക്കി തന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വളരെ ഹാപ്പിയിലാണ്. ഞാനും അമ്മയും വളരെ ഹാപ്പിയിലാണ് ഇപ്പോൾ.